സുവിശേഷത്തിൽ ഈശോ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഭയത്തെ പറ്റിയുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, അത് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ഈ ബന്ധങ്ങളിലൊക്കെ ഭയം ഒരു ഘടകമാണ്. അത് ഏതു തരത്തിലുള്ള ഭയമാണ്, അതെങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് തരം ഭയങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് സഹായകരമായിരിക്കും. ഒന്നാമത്തേത് ദാസൻ്റെ ഭയമാണ്. രണ്ടാമത്തേത് പുത്രൻ്റെ ഭയമാണ്. ദാസൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? യജമാനനിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്നുള്ള പേടിയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദാസനെ പ്രേരിപ്പിക്കുന്നത്. പുത്രൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൻ്റെ മനസ്സ് വേദനിച്ചാലോ എന്ന പേടിയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പുത്രനെ പ്രേരിപ്പിക്കുന്നത്. ദാസൻ്റെ ഭയത്തിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ശിക്ഷയും നിയമവും ഒക്കെയാണ്. പുത്രൻ്റെ ഭയത്തിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത്, ഞാൻ നന്നായിട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ എൻ്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെടും, എന്നെ വഴക്ക് പറയും. അങ്ങനെ ചിന്തിച്ചിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ദാസൻ്റെ ഭയമാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഒരു കുട്ടി പഠിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ, എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ നന്നായിട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എൻ്റെ അപ്പനെയും അമ്മയെയും ഒരുപാട് വിഷമിപ്പിക്കും, അവരുടെ മുഖം വാടും എന്ന് ചിന്തിച്ച് പഠിക്കുന്നത് പുത്രൻ്റെ ഭയമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭയമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, അത് മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളികളായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ബന്ധങ്ങളുമായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രത്യേകമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഏത് ഭയമാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്യാതെ ശരിയായിട്ടുള്ളത് മാത്രം ചെയ്യും എന്നുള്ള ദാസൻ്റെ ഭയമാണോ എന്നെ ഭരിക്കുന്നത്? അതോ ഞാൻ തെറ്റ് ചെയ്താൽ അത് എൻ്റെ പിതാവായ ദൈവത്തെ വേദനിപ്പിക്കും എന്നുള്ള പുത്രൻ്റെ ഭയമാണോ നമ്മെ ഭരിക്കുന്നത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹായുടെ ജീവിതം ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ് യോഹന്നാനും സഹോദരൻ യാക്കോബും അറിയപ്പെട്ടിരുന്നത്. അവർ കടന്നു പോകുന്ന ഒരു ഗ്രാമം അവരെ സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ ആ ഗ്രാമത്തിൽ അഗ്നി ഇറക്കി അതിനെ ദഹിപ്പിച്ച് കളയട്ടെയോ എന്ന് യേശുവിനോട് അനുവാദം ചോദിച്ച ആളുകളിൽ ഒന്നാണ് യോഹന്നാൻ. ആ യോഹന്നാനാണ് ആ ദാസൻ്റെ ഭയം, ശിക്ഷയുടെ മനോഭാവം, ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്ന യോഹന്നാനാണ് അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ വശസ്സിൽ ചാരിക്കിടന്ന് യേശുവിൻ്റെ സ്നേഹം അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ഒരു പുത്രൻ്റെ ഭയമാണതെന്നുള്ള അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ താൻ എഴുതുന്ന 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ മനോഹരമായിട്ട് എഴുതുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പുത്രൻ്റെ ഭയത്തിലേക്ക് വളരുക. പലപ്പോഴും നമ്മൾ ദാസൻ്റെ ഭയത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവിടെ നിന്ന് പുത്രൻ്റെ ഭയത്തിൻ്റെ ആ സ്നേഹ മനോഭാവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ വിളി. അതിന് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, ശരിയാണ്.
ആ ചിന്തയിൽ നിന്ന് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് ആ വ്യക്തിക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇത് കടമ നിർവഹിക്കുന്നതാണ്, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ് ആയിക്കോട്ടെ, പക്ഷെ അതിനേക്കാൾ ഇത് ഈ വ്യക്തിക്കുള്ള എൻ്റെ ഒരു സ്നേഹ സമ്മാനമാണ് എന്നുള്ള ചിന്തയോടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു ദാസൻ്റെ ഭയത്തിൻ്റെ ശിക്ഷ പേടിച്ചുള്ള ഒരു ശൈലിയിൽ നിന്ന് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് അത് വിഷമമാകുമെന്നുള്ള സ്നേഹത്തിൻ്റെ പുത്രൻ്റെ ഭയത്തിലേക്ക് വളരാനായിട്ട് നമ്മളെ സഹായിക്കും. ആ മനോഭാവത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.